അപ്പൊ നമ്മുടെ ചോദ്യം, രണ്ട് കാറുകൾ ഒരു സ്ഥലത്തു നിന്നും വിപരീത ദിശയിലേക്ക് 70 km/h വേഗത്തിലും 50 km വേഗത്തിലും സഞ്ചരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള അകലം 60 കിലോമീറ്റർ ആവാൻ എത്ര സമയം എടുക്കും? ഇതാണ് ചോദ്യം. ഇപ്പൊ രണ്ട് കാറുണ്ട്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ മറ്റേത് പോകുന്നത് ഇങ്ങോട്ടാണ്. ഒന്നിന്റെ വേഗത 70 km/h ആണ്, മറ്റേതിൻ്റെത് 50 km/h ആണ്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ട് പോകുന്നു, ഒന്ന് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ പോകുന്നതിനനുസരിച്ച് എന്താവും? അതിന്റെ തമ്മിലുള്ള ദൂരം കൂടി കൂടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പോകുമ്പോൾ കൂടി കൂടി ഒരു പോയിന്റിൽ ഇവ തമ്മിലുള്ള അകലം എത്രയായിട്ട് മാറും? 60 കിലോമീറ്റർ ആയിട്ട് മാറും. അത് എത്ര സമയം എടുക്കുമെന്നാണ് ചോദ്യം. അങ്ങനെ 60 കിലോമീറ്റർ ആവാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ദൂരം 60, അത് എത്ര സമയം കൊണ്ട് എത്തും എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? വെലോസിറ്റി കിട്ടിയാൽ മതി. വെലോസിറ്റി ഒന്നിന്റെ തന്നിട്ടുണ്ട്, മറ്റേതിൻ്റെ തന്നിട്ടുണ്ട്. അത് രണ്ടും ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് രണ്ടും വെച്ച് റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുന്ന സമയത്ത് ടോട്ടൽ റിലേറ്റീവ് വെലോസിറ്റി കാണാൻ കൂട്ടിയാൽ മതി. അപ്പൊ 120 km/h ആണ് റിലേറ്റീവ് വെലോസിറ്റി. അങ്ങനെ വരുന്ന സമയത്ത് എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം 1 മണിക്കൂറിൽ 120 കിലോമീറ്റർ സഞ്ചരിക്കും ഇത് രണ്ടും കൂടെ. അതായത് 1 കിലോമീറ്റർ ഒരു കാർ ഇങ്ങോട്ടും ഒരു കാർ ഇങ്ങോട്ടും സഞ്ചരിച്ച് കഴിയുമ്പോൾ ഇത് തമ്മിലുള്ള അകലം എത്രയായിരിക്കും? 120 കിലോമീറ്റർ ആയിരിക്കും. നമ്മളോട് ചോദിച്ചത് 60 കിലോമീറ്ററിന്റെ കാര്യമാണ്. അപ്പൊ 120ന് 1 കിലോമീറ്റർ ആണെങ്കിൽ 60 കണ്ടുപിടിക്കാൻ അതിന്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ 1 മണിക്കൂറിന്റെ പകുതി, അതായത് അരമണിക്കൂർ, അതായത് 30 മിനിറ്റ് ആണ് ഉത്തരം. അപ്പൊ എന്താ ചെയ്തത്? രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് വലത്തോട്ടാണെങ്കിൽ മറ്റേത് ഇടത്തോട്ടാണ് പോകുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. രണ്ടിന്റെയും വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ വെലോസിറ്റി, റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 120 കിലോമീറ്റർ ദൂരമാണ് 1 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുക എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചത് 60 കിലോമീറ്ററിന്റെ കാര്യമാണ്. അപ്പൊ 120 കിട്ടി, 1 മണിക്കൂർ. 60 ആവണമെങ്കിൽ അതിന്റെ ഹാഫ് എടുത്താൽ മതി. ഇപ്പുറത്തും ഹാഫ് എടുക്കുന്നു. അപ്പോൾ അരമണിക്കൂർ, അതായത് 30 മിനിറ്റ് ആണ് ഉത്തരം.